ശിരോവസ്ത്ര വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിന് എതിരെ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ടിന്റെ ഉത്തരവാദിത്തം മാനേജ്മെന്റിനാണ്. പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം നഷ്ടമാകില്ലെന്നും താൽപര്യമെങ്കിൽ കേരളത്തിലെ ഏത് സ്കൂളിലും പ്രവേശനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ ആ സ്കൂളിൽ നിന്ന് TC വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ TC നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒരു കുട്ടി പോലും ഒരു സ്കൂളിൽ പ്രവേശനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി അതിനെ ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാണ്. കുട്ടിക്ക് മാനസികമായും ശാരീരിക ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാൽ അതിന്റെ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും. ഹിജാബ് വിലക്ക് അസഹിഷ്ണുതയുടെ ഉദാഹരണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില ചിന്തശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതി ഉയർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പിനും പോലീസിനും പരാതി ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. 2 ലീഗ് നേതാക്കൾ ഈ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടിക്കൊപ്പമാണ് സർക്കാർ എന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുകയാണ്. ഇതിന്റെ പേരിൽ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അത് മാനേജ്മെന്റിന്റെ കുറ്റമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ആദ്യമായ ഒരു പ്രതികരണം നടത്തിയത് മാനേജ്മെന്റിനെതിരെ തന്നെ മുസ്ലിം ലീഗ് രംഗത്ത് വരുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നു. അതേസമയം തന്നെ സർക്കാരിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ കുട്ടിക്കൊപ്പമാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എന്ന് പറയുമ്പോഴും ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം മുസ്ലിം ലീഗ് പ്രധാനമായിട്ട് ചോദിക്കുന്നു. ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാനേജ്മെന്റിനെതിരെ രംഗത്ത് വന്നിരുന്നു. കുട്ടിക്ക് ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു. മാനേജ്മെന്റിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് നടപടി കർശനമാക്കിയതോടെയാണ് കുട്ടിയുടെ പിതാവ് അവിടെ നിന്ന് TC വാങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വന്നത്. സംസ്ഥാനത്ത് ഏത് സ്കൂളിലും കുട്ടി താല്പര്യപ്പെടുകയാണെങ്കിൽ ഏത് സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യം സർക്കാർ ഏർപ്പെടുത്തും എന്ന് പറയുന്നു. എന്നാൽ അത് ശരിയായ ഒരു രീതിയല്ല എന്നൊരു നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ പഠിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. LDF സർക്കാർ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം അവസ്ഥയുണ്ടായത്. ഈ അവിടെ സെന്റ് റീത്ത സ്കൂളിൽ ഉണ്ടായിട്ടുള്ള വിഷയത്തെ പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഛിദ്ര ശക്തികൾ ശ്രമിച്ചു തുടങ്ങിയ പരാമർശങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ PTA-യിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭിന്നത ഉടലെടുക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ PTA ഭാരവാഹിയായിട്ടുള്ള അംഗം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സൈബർ പോലീസ് നൽകിയ പരാതിയാണ് ഇപ്പോൾ പള്ളുരുത്തി പോലീസിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലാതെ മാധ്യമങ്ങളിൽ കൂടിയുമൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. സിറാജ് ദിനപത്രത്തിലും സമസ്ത AP വിഭാഗം രൂക്ഷമായ വിമർശനമാണ് മാനേജ്മെന്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു പ്രവണതയാണ് സെന്റ് റീത്ത സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന എന്നൊരു പ്രതികരണമാണ് സിറാജ് മുഖപത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് PTA പ്രസിഡന്റിനെതിരെ പരാതിയുമായിട്ട് PTA ഭാരവാഹിയായിട്ടുള്ള അംഗം കൂടി രംഗത്തെത്തിയിട്ടുള്ളത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.